നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ പൗളോ ഡിബാലയുടെ ആരാധകരെ കാത്തിരുന്ന ആ വാർത്തയെത്തി. ഈ സീസണിൽ തങ്ങളുടെ സൂപ്പർ താരം ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുന്നു. പരിക്കും അതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വല്ലാതെ വലഞ്ഞ പൗളോ ഡിബാല ഒടുവിൽ ഇതാ വീണ്ടും സ്ഥിരമായിട്ട് കളിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് ആരാധകരെ കാത്തിരിക്കുന്ന വാർത്തയാണ്. നോക്കുക, കഴിഞ്ഞ ഇൻ്റർനാഷണൽ കോളപ്പിൽ പൗളോ ഡിബാലയെ സ്ക്വാഡിലെടുക്കാതിരുന്നപ്പോൾ, ലയണൽ സ്കലോനി സ്ക്വാഡിലെടുക്കാതിരുന്നപ്പോൾ പല കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം വന്നിരുന്നു. ഡിബാല എവിടെ, ഡിബാലയ്ക്ക് എന്ത് പറ്റി, അവനെ മനഃപൂർവ്വം തടയുകയാണ്. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഡിബാല എവിടെ, ഡിബാലയെ മനഃപൂർവ്വം തടയുന്നെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഡിബാലയെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തവരാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കളിക്കളത്ത് നിന്ന് പുറത്ത് നിൽക്കുന്ന ഡിബാലയെ എങ്ങനെ സ്കലോനി സ്ക്വാഡിലെടുക്കും? ശരിയാണ്, ഡിബാല ഫിറ്റായി നിൽക്കുന്ന ഘട്ടത്തിലും പലപ്പോഴും സ്കലോനി ടീമിലേക്ക് എടുത്തിട്ടില്ല. അത് ടാക്ടിക്കൽ ഡിസിഷനാണ് എന്നാണ് പിന്നീട് വിശദീകരിക്കപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ വീണ്ടും ഡിബാല കളിച്ചു തുടങ്ങുന്നു, നന്നായി കളിക്കുന്നു. ഇന്നലെ അദ്ദേഹം ഗോളടിച്ചു. യൂറോപ്പ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നു എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോളാണ്. വിക്ടോറിയ പിൽസിനെതിരെ റോമ 2-1 പരാജയപ്പെട്ട കളിയിൽ 54-ാമത്തെ മിനിറ്റിലാണ് പൗലോ ഡിബാല ഗോളടിച്ചിരിക്കുന്നത്. ഈ ഗോളോടുകൂടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറിൽ അദ്ദേഹം 200 ഗോളുകൾ തികച്ചിരിക്കുകയാണ്. അതിൽ 115 ഗോളുകൾ യുവൻറ്റസിന് വേണ്ടിയാണ് നേടിയത്, 43 ഗോളുകൾ AS റോമയ്ക്ക് വേണ്ടി നേടി, 21 ഗോളുകൾ പലർമോയ്ക്ക് വേണ്ടി നേടിയപ്പോൾ 17 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ക്ലബ്ബായ ഇൻസ്റ്റിറ്റ്യൂട്ടോ ACCക്ക് വേണ്ടിയിട്ടാണ് നേടിയത്. അർജൻറ്റീനയ്ക്ക് വേണ്ടി പൗലോ ഡിബാലയ്ക്ക് അത്രയധികം ഒന്നും അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. വെറും 4 ഗോളുകളാണ് 40 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഡിബാല അർജൻറ്റീനയ്ക്കായിട്ട് നേടിയിട്ടുള്ളത്. പറയുമ്പോൾ 40 അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്നൊക്കെ പറയാം, പക്ഷെ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വളരെ കുറഞ്ഞ അവസരങ്ങളെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ നവംബർ മാസത്തിലെ കോളപ്പിനുള്ള സമയമാകുന്നു. പക്ഷേ അർജൻറ്റീനയുടെ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. കേരളത്തിലേക്ക് അടക്കം അർജൻറ്റീന വരുമെന്നാണല്ലോ പറയുന്നത്. ഓസ്ട്രേലിയക്ക് നവംബർ 17 ഇവിടെ കളി ഉണ്ടാകുമെന്ന് സ്പോൺസർ പറയുന്നുണ്ട്. അപ്പം ആ സ്ക്വാഡിലേക്ക് ഡിബാല ഉണ്ടാകുമെന്നുള്ളതാണ് ചോദ്യം. നിലവിൽ അദ്ദേഹം സ്ഥിരമായിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ പരീക്ഷിക്കുന്നൊരു സമയം എന്നുള്ളത് കൊണ്ട് തന്നെ സ്കലോനി ഡിബാലയെ സ്ക്വാഡിലെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.